സൂപ്പർ പ്രൈമിന്റെ ചർച്ച തുടരുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, കമ്മ്യൂണിസ്റ്റ് താലിബാനിസം കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നു എന്നാണ് ഈ BJP RSS നേതൃത്വം പറയുന്നത്. അതിന് വഴിയൊരുക്കിയിരിക്കുന്ന നിങ്ങളാണ്. ഇന്നിപ്പോൾ ദത്താത്രേയ പറയുന്നത് എവറി മർഡർ ഈസ് എ കാൽക്കുലേറ്റഡ് വെൽ കൺസ്പയർഡ് ടാർഗറ്റഡ് അറ്റാക്സ്. ഒരാളെ തിരഞ്ഞുപിടിച്ച് നിശ്ചയിച്ചാണ് ചെയ്യുന്നത്. ഒരു കലാപമുണ്ടായാൽ മനസ്സിലാക്കാൻ കഴിയും അത് കഷ്ടമാണ് എങ്കിൽ പോലും എന്ന് ദത്താത്രേയ പറയുകയാണ്. ഇതങ്ങനെയല്ല, തീരുമാനിച്ചുറപ്പിച്ച് നിശ്ചയിച്ച് ചെയ്യുന്നതാണ് ഈ കൊലപാതകങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഈ താലിബാനിസം എന്ന് ഇവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കനകമലയെ പറ്റി പറയുന്നു ദത്താത്രേയ, അതൊരു പാർട്ടി ഗ്രാമമാണ് എന്നും അവിടെയാണ് NIA അന്വേഷണം നടത്തി ഈ IS തീവ്രവാദികളെ പിടികൂടിയത് എന്നും പറയുന്നു. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് ഈ IS തീവ്രവാദികൾക്ക് സുരക്ഷാ താവളം കിട്ടുന്നത്? അങ്ങനെയെങ്കിൽ CPMന്റെ ബന്ധവും കൂടി ആലോചിക്കേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. IS റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല CPMന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് NIA CBI അന്വേഷണം എന്നൊരു വശത്തും രാഷ്ട്രപതി ഭരണമെന്ന് മറ്റൊരു വശത്തും ഇവർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള വഴിയൊരുക്കുന്നത് ആരാണ് റിയാസ്? ഒന്ന് വേണു, ഈ ചർച്ചയിൽ BJPക്ക് വേണ്ടി രണ്ടുപേർ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞ വാദം, രാജേഷ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഡയറക്റ്റായിട്ട് പറയുന്നു, ഇപ്പുറത്ത് കോൺഗ്രസ്സായി ഇരിക്കുകയും BJPക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. രാജേഷ് അഥവാ ക്ഷീണിച്ചു പോയാൽ ബൂസ്റ്റും ബോൺവിറ്റയും കലക്കി കൊടുക്കുന്ന പണിയാണ് ജോസഫ് വാഴക്കപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോസഫ് വാഴക്കനൊന്നും മറുപടി പറയാൻ പല കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലെ ചാനൽ ചർച്ചയിൽ രാത്രി പങ്കെടുത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ലല്ലോ. നിങ്ങളിവിടെ വലിയ സമാധാന പ്രശ്നം നടത്തിയല്ലോ. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണ്ടേ? ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ആളെ കൊലപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പേരൊന്നും ഞാൻ പറയണ്ട. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ LIC ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണം. നിങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഇതുപോലെ പല ചർച്ചയും നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിത് വിഷയത്തെ മനസ്സിലാക്കി പേരിന് ജനാധിപത്യവും സെക്യുലറിസം ഒക്കെ പറയുന്ന കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ന്യൂനപക്ഷങ്ങളും മറ്റുള്ളവരും സംരക്ഷിതരായിക്കൊള്ളും, നമ്മളാരും എന്തിനാ ഇടപെടേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചു. ഇതേ ചോദ്യ ഹരിയാനയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലെയും കോൺഗ്രസ് ചോദിച്ചത്. എന്നിട്ട് നോക്കി നിന്നു. ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആക്രമിക്കുക വേട്ടയുമ്പോൾ ഇത് പറഞ്ഞ് നോക്കി നിന്നു. മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊണ്ടു. അതിനവിടെ ഇപ്പോൾ കോൺഗ്രസും ഇല്ല, അവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. രാജേഷിനോട് ചിലത് പറയാം. രാജേഷ് തളരുമ്പോൾ വേണമെങ്കിൽ ബൂസ്റ്റോ ബോൺവിറ്റയോ കലക്കി കൊടുത്തു. രാജേഷിനോട് പറയാനുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. രാജേഷ് പറഞ്ഞല്ലോ, കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ റിയാസിന് പറ്റുന്നില്ല, ബോധപൂർവ്വം മാറ്റി പറയല്ല. കേരളത്തിലെ ഈ സർക്കാരിൻ്റെ ഓരോ ജനക്ഷേമ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നിങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വേറൊരു സമയം വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഞങ്ങളെന്ത് നിങ്ങളെന്ത് മനസ്സിലാവും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ UPയെക്കുറിച്ചും മഹാരാഷ്ട്രയെക്കുറിച്ചും മധ്യപ്രദേശിനെയും കുറിച്ചും പറഞ്ഞത് ഉഗാണ്ടയെക്കുറിച്ച് പറയുന്നത് പോലെയല്ല രാജേഷ്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങളാണ്. കേരളത്തെക്കാൾ എത്രയോ ക്രൈം നടക്കുന്ന ഈ സംസ്ഥാനങ്ങളെക്കുറിച്ച് BJPക്ക് ഒന്നും പറയാനില്ല, ഒന്നും മിണ്ടുന്നില്ല. ഇവയൊക്കെ അപേക്ഷിച്ചെന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ക്രമസമാധാന പരിപാലന സംസ്ഥാനമായി മാറിയ കേരളത്തെ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കുന്നു. ഇതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ വികസനത്തെക്കുറിച്ചോ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ കൃത്യമായി RSSന് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിൻ്റെ ബദൽ ഇന്ത്യയിൽ പടരാതിരിക്കാൻ വളരെ ബോധപൂർവ്വം കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലെ സർക്കാരിനെതിരെ സൃഷ്ടിക്കുക എന്നാണ്. ഇവിടെ രാജേഷ് കണക്ക് നിരത്തി. ഞാൻ നേരത്തെ നമ്മളൊരു പരസ്പര ധാരണയുടേതായിട്ട് കണക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ രാജേഷ് പറഞ്ഞത് കൊണ്ട് പറയാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. 605 CPIMന്റെ പ്രവർത്തകരെയാണ് ഈ പ്രസ്ഥാനം വന്നതിന് ശേഷം കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ജീവൻ പറയട്ടെ രാജേഷേ, കയറി വെടിവെക്കല്ലേ രാജേഷേ, പറയട്ടെ. നിങ്ങൾ പറയട്ടെ. നിങ്ങളുടെ ദേശീയ പ്രസിഡന്റിന്റെ സ്വത്ത് വിവരം പറഞ്ഞപ്പോൾ ചാനലുകാരന്റെ പണി തെറിപ്പിച്ച് പേടിപ്പിച്ച പോലെ എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ ഒരു ചാനല് പുറത്തു വിട്ടപ്പോ രാജ്യസഭയില് പുറത്തു വിട്ടപ്പോ ഇവിടെ ഞാൻ പറയട്ടെ, ആരാ സമാധാനത്തെ കുറിച്ച് പറയുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ സമാധാന പ്രവർത്തനം ഗുജറാത്ത് കണ്ടതാ. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ പോലും തൃശൂലം കുത്തിക്കയറ്റിയ പാരമ്പര്യമുള്ള അമിത്ഷാ ഇന്ന് BJPയുടെ ദേശീയ പ്രസിഡന്റാ. അപ്പൊ സമാധാനത്തെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. കേരളത്തിൽ ഇത് നടക്കാതിരിക്കാൻ കാരണം ഒരു സംശയമില്ല, ഞങ്ങളുള്ളതുകൊണ്ടാ.
അതുകൊണ്ടല്ലേ ഹരിയാനയിലെ ബാലൻ ജുനൈദിന്റെ ഉമ്മ ഹരിയാന മുഖ്യമന്ത്രി നീതി പ്രതീക്ഷിക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടത്? രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും പോയി കണ്ടില്ലല്ലോ. കേരളം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇങ്ങനെ കുറെ പറഞ്ഞു പിരിച്ചുവിടുക. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾ ഗുജറാത്തിലും മധ്യപ്രദേശിലൊക്കെ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഇവിടെ ജുനൈദ് വന്ന് പിന്നെ പിണറായി വിജയനെ കണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ മാനേജ്മെൻ്റാണ് എൻ്റെ പൊന്നു സഹോദര. ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? നിങ്ങളുടെ ബംഗാളിലെ നിങ്ങളുടെ പാർട്ടി ഒന്നടങ്കം പറയുന്നു കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. അവരൊരു സ്ഥാനാർത്ഥിയെ നിർന്നിട്ട് അവർ തന്നെ മനഃപൂർവ്വം അവരുടെ സ്ഥാനം പോലും തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ ദേശീയ നേതാവ് യെച്ചൂരി പറയുന്നു അദ്ദേഹത്തെ നിങ്ങൾ പാർലമെൻറ്റിൽ പോലും കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളുടെ അസൂയ, ഈ കേരള നേതൃത്വം, നിങ്ങൾ ഈ മഹാരാജ്യത്ത് 30 സംസ്ഥാനമുള്ള ഈ കൊച്ചു കേരളത്തിലൊന്ന് അധികാരത്തിലിരുന്നുവെന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നൊരു അഹങ്കാരം ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ പ്രസ്ഥാനത്തെ നിങ്ങൾ പ്രസ്ഥാനം അവശേഷിക്കുന്നുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? എന്നോട് സംസാരിക്കുക. ഇവിടെ ഞാനൊരു കാര്യം പറയാം. മാർക്സിസ്റ്റ് ഒരു ഒറ്റ അതിനകത്ത് CPM-നെ കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അത് BJP-യുടെ കാണിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. നിങ്ങൾ കാണിക്കുന്നത് പോലെ ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. പ്രത്യേകിച്ച് CPM കാണിക്കുന്നത് മറ്റാരെയും സമ്മതിക്കാത്ത ധാർഷ്ട്യമാണ് നിങ്ങൾക്കുള്ളത്. നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിന്റെ ഇയാൾ ഡൽഹിയിലല്ലേ, താങ്കൾ ഡൽഹിയിലല്ലേ? ശ്രീ വാഴക്കൻ 6-ാം തീയതി സർവകക്ഷി സർവകക്ഷി യോഗം സമാധാനത്തിന് വേണ്ടി അരുൺ ജെയ്റ്റ്ലിയും തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ ഈ അരുൺ ജെയ്റ്റ്ലിയൊക്കെ വരുന്നതിന് മുൻപും ഈ രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യത്തിലേക്ക് RSS ചുവടുവെക്കുന്നതിന് മുൻപും ഒക്കെ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സർവകക്ഷി യോഗം സാർത്ഥകമാകില്ല, അത് കണ്ണിൽ പൊടിയിടലാണ് എന്ന്. ഇത് എന്ത് നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്? ഇത് ആരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ വാഴക്കൻ? ഒരർത്ഥവുമില്ല. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത് 2 പേർക്കും ആവശ്യമായിരുന്നു. ഇവിടെ മെഡിക്കൽ കോളേജ് കോഴ ഒതുക്കാനും ആ ചർച്ച ഇല്ലാതാക്കുക എന്നുള്ളത് RSS-ന്റെയും BJP-യുടെയും അതുപോലെ തന്നെ സ്വന്തക്കാർക്കാണല്ലോ എന്നുള്ളത് കൊണ്ട് 2 പേരും ബോധപൂർവം അഴിച്ചുവിട്ടതാണ് തിരുവനന്തപുരത്തെ അക്രമം. ആ ചർച്ചയ്ക്കകത്ത് അത് 2 കൂട്ടരുടെയും ക്രിമിനലുകൾ തമ്മിൽ നടത്തിയിട്ടുള്ളതാണ്. അത് കേരളത്തിലെ പോലീസിന് ഒരു ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ്. അത് അവസാനിപ്പിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ അതിന് മറ്റുള്ളവരെ ഒന്നും വിളിച്ചുകൂട്ടി ഞങ്ങൾ ആരും ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും നാടകങ്ങളാണ്. എന്താ 2 ചർച്ചയില്ലെന്തായില്ലേ? കോവളം കൊട്ടാരം മുതൽ മുതലാളിക്ക് എഴുതി കൊടുത്തു. ആരൊക്കെയാ? പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും മക്കൾ ആ സ്ഥാപനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ്. എഴുതി കൊടുത്തില്ലേ? അതിന് വേണ്ടിയിട്ടൊരു നിയമപരമായ ഒരു പോരാട്ടം പോലും നടത്താതെ. എന്നിട്ട് വർത്തമാനം പറയുന്നു ആ ചർച്ച ഇല്ലാതാക്കി. ഇവിടെ മെഡിക്കൽ കോളേജ് 1000 കോടിയെ സ്റ്റേറ്റ് രാജ്യത്തു നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്, അതിനെക്കുറിച്ചും ചർച്ച നടന്നില്ല. ഇത് മാത്രമായി 2 കൂട്ടർക്കും താല്പര്യമുള്ളത്. ഇവരത് കഴിഞ്ഞിട്ട് സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് എന്തിനാ? അതാ ഞാൻ പറഞ്ഞത്, ചക്കളത്തി പോരാട്ടമാണെന്ന് ഇത് 2ഉം കൂടെ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ന്യൂനപക്ഷത്തെ സംരക്ഷകരെ ഇറങ്ങിയിരിക്കുക ഇവിടെ. ശരി, ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 30 സെക്കൻഡ് ശ്രീ രാജേഷിന്. ശ്രീ ജോസഫ് വാഴക്കൻ 1,76,000 കോടി രൂപ ഞാൻ പറയാം. താങ്കൾ അടിച്ചുകൊണ്ട് പോയപ്പോഴേക്കും താങ്കൾ ഓശാന പാടി ഈ ഗവൺമെന്റിൽ ആരും മെഡിക്കൽ കോളേജ് സമ്പാദിച്ചിട്ടുള്ള പണം കൊടുത്തു. റിയാസെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ പയ്യന്നൂരിൽ അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങേണ്ടി വന്നു. അഭയാർത്ഥി ക്യാമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് കേരളം സ്വർഗരാജ്യമാണെന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങേണ്ടി വന്നു. ഞങ്ങൾക്ക് കണ്ണൂരിൽ കാരയിൽ റിയാസ് ഓർക്കണം. റിയാസ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങേണ്ടി വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നാട്ടിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല.
പഴക്കാൻ തയ്യാറുണ്ടോ? ഒരാൾ മറ്റൊരാൾക്ക് ശരി. എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് എനിക്ക് സണ്ണി കബിക്കാടിനോട് ക്ഷമയും ചോദിക്കാനുണ്ട്. രണ്ടാമതൊരിക്കൽ താങ്കളിലേക്ക് വരാൻ കഴിയാത്തതിൽ വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.